ഹലോ, എല്ലാവർക്കും നമ്മുടെ പത്രമാറ്റ് സീരിയലിൻ്റെ ഇന്നത്തെ ഒരു പ്രൊമോ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അനിയുടെയും നന്ദുവിൻ്റെയും നമ്മുടെ കുറച്ച് സന്തോഷകരമായ കാര്യങ്ങളൊക്കെ നമുക്കിന്ന് കാണാം കേട്ടോ. അങ്ങനെ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അനിയോട് പറഞ്ഞിട്ട് നന്ദുവിനെ പെണ്ണാലോചിക്കാനായിട്ട് അവരുടെ വീട്ടിലോട്ട് പോവാണ്. അപ്പം ഗോവിന്ദനും കനകയെ എന്തു പറയും എന്നുള്ളതിനെക്കുറിച്ച് അവർക്കൊരു ഐഡിയ ഇല്ല. എങ്കിലും മൂർത്തി മുത്തശ്ശൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞാൽ അവർ എതിർത്ത് പറയില്ല എന്നൊരു കൺസെപ്റ്റോടെയാണ്. അങ്ങനെ അനിക്ക് വളരെയേറെ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നിറഞ്ഞ മുഹൂർത്തമാണ്. തനിക്ക് വേണ്ടി തൻ്റെ മനസ്സറിഞ്ഞ് തൻ്റെ മുത്തശ്ശൻ ഈ ഒരു കാര്യത്തിനായിട്ട് മുത്തശ്ശിയും കൂട്ടി പോകുന്നത്. അങ്ങനെ വലിയ സന്തോഷമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ യാത്രയൊക്കെ പറഞ്ഞ് അവർക്ക് രണ്ടുപേർക്കും ഉമ്മയൊക്കെ കൊടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ ഇരുന്നോളാം എന്നൊക്കെ പറഞ്ഞ് പോകണുണ്ട്. രണ്ടുപേർക്കും അനിയുടെ സന്തോഷം കണ്ടിട്ട് അവർക്കും വല്ലാത്തൊരു ഫീലിങ്സ് ആയിരുന്നു, മുത്തശ്ശനും മുത്തശ്ശിക്കും. അങ്ങനെ അവർ പോവാണ്. അപ്പോൾ ഈ സമയം ആരോടും ഇവിടെ പറയരുതെന്ന് പ്രത്യേകം മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട് അനിയോട്, ഇന്നതിനാണ് പോകുന്നു എന്നുള്ള കാര്യം. അങ്ങനെ അനി കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ നന്ദുവിനെ വിളിക്കുകയാണ്. നന്ദു സ്റ്റേഷനിലാണ്. അപ്പം നന്ദുവിനെ വിളിച്ചിട്ട് അനി പറയുന്നുണ്ട്, അതെ നിന്നോടൊരു സന്തോഷമുള്ള കാര്യം പറയാനുണ്ട്. എന്താണ് പറയടാ ചെക്ക. എടാന്നോ? അതെ, എൻ്റെ ഒരാഗ്രഹം, നമ്മൾ ആഗ്രഹിച്ച പോലൊരു കാര്യം നടക്കാൻ പോവാ. അതെന്താ? അതെ, എൻ്റെ മുത്തച്ഛനും മുത്തശ്ശിയും നിന്നെ പെണ്ണ് ചോദിച്ചുകൊണ്ട് നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തും പോയി. അപ്പം നന്ദു പെട്ടെന്ന് ഷോക്കാവുകയാണ്, എന്താണിത്? പക്ഷേ അപ്പം തന്നെ നന്ദുവിൻ്റെ ഉള്ളിലൊരു കത്തലും വന്നു. അഥവാ അവിടെ ചെന്നാൽ തന്നെ അച്ഛനും അമ്മയും എന്ത് പറയും എന്നുള്ളൊരു ടെൻഷനും കൂടെ നന്ദുവിനുണ്ട്. അങ്ങനെ അവർ അതൊക്കെ ശരിയായിക്കൊള്ളും, നീ എന്ന് മുത്തശ്ശനാണ് പോയിക്കുന്നത്. മുത്തശ്ശൻ എങ്ങനെയാണെങ്കിലും നിൻ്റെ അച്ഛനെയും അമ്മയും പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് എൻ്റെ മുത്തശ്ശൻ എനിക്ക് വേണ്ടി വരുള്ളൂ. നീ ഒരു കാര്യം ചെയ്യുന്നല്ല, കല്യാണ പെണ്ണിനെ പോലെ പോയി ഒരുങ്ങിയൊക്കെ നിന്ന് ചായയൊക്കെ കൊടുക്കുക. അപ്പോൾ എന്നിട്ട് പിന്നെ നമ്മുടെ അനി പറയുന്നുണ്ട്, നമ്മുടെ സ്വപ്നങ്ങളെല്ലാം സത്യമാവാൻ പോവാണ് നന്ദു എന്ന് പറയുന്നത്. അങ്ങനെ രണ്ടുപേരും കുറച്ച് മിനിറ്റ്, ഒരു സെക്കൻഡുകളോളം ഒന്ന് സ്വപ്നം കണ്ടിരുന്നത് പോലെ ഇരുന്നു. അതെ, വേഗം ചെല്ല്, സ്വപ്നം കാണുന്നതൊക്കെ പിന്നെ ആവാമെന്ന് കരുതി നന്ദു വേഗം പോവാണ്. ശരിയടാ എന്നാൽ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് നന്ദു നേരെ സച്ചിയുടെ അടുത്ത് ചെന്നിട്ട്, സാർ എനിക്കൊന്ന് വീട് വരെ പോകണം. എന്താ നന്ദു? ഞാനും കൂടെ വരാം, ഇവിടെ തൊട്ട് അടുത്ത് തന്നെയല്ലോ. അല്ല ഡ്യൂട്ടി ടൈം അല്ലേ സാർ? അല്ല നന്ദു, എന്താ അത്യാവശ്യം? ഞാനും കൂടെ വരാമെന്നേ, പെട്ടെന്ന് പോയിട്ട് വരാമല്ലോ നമുക്ക്. അല്ല എനിക്ക് അമ്മയുടെ കൂടെ ഒരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതിന് പോനാ. അതിനാണെങ്കിൽ പിന്നെ ഞാൻ വന്നിട്ട് കാര്യമില്ലല്ലോ, എന്നാൽ നന്ദു പോയിട്ട് വന്നോളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നന്ദു സന്തോഷിച്ച് പോവാണ്. അവിടെ അങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ ഗോവിന്ദനും കാരണം ഇന്ന് എന്താ മോളെ നേരത്തെ വന്നത്? എനിക്കൊരു തലവേദനയമ്മ, അതുകൊണ്ടാണ്. അങ്ങനെ നമ്മുടെ കനക ചെന്നിട്ട് നോക്കണം. അപ്പോൾ ചൂടൊന്നും ഇല്ലല്ലോ മോളെ, എന്തായാലും ഞാനൊരു ചുക്ക് കാപ്പി ഇട്ട് തരാമെന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അതൊരു വണ്ടി വന്ന് നിൽക്കണം. നോക്കിയപ്പോൾ നമ്മുടെ അനന്തപുരി തറവാട്ടിലെ നമ്മുടെ മൂർത്തി അദ്ദേഹം വന്ന് ഇറങ്ങുകയാണ്. അതിൻ്റെ ഡോറ് തുറന്ന് നമ്മുടെ മുത്തശ്ശി. അപ്പോൾ നമ്മുടെ നന്ദു സന്തോഷം കൊണ്ട് മനസ്സ് ഇതാവുക. അപ്പോൾ ഗോവിന്ദനും കനകയ്ക്കും അതിലേറെ സന്തോഷമാണ്. കാരണം ഇത്രയും വലിയ ആൾക്കാരൊക്കെ എന്താണാവോ ഈ വീട്ടിൽ അവരത്രയും ബഹുമാനവും സ്ഥാനവും കൊടുത്താണ് അവരെ കാണുന്നത്. അപ്പോൾ തന്നെ ഗോവിന്ദനും നന്ദു, സാറേ എന്താണ് ഇങ്ങോട്ടൊക്കെ വേറെ എങ്ങോട്ടെങ്കിലും പോയപ്പോൾ ഇങ്ങോട്ട് വന്നാണോ? അല്ല, ഇവിടേക്ക് വേണ്ടി തന്നെ വന്നതാണ്. അപ്പോൾ നന്ദുവിൻ്റെ അടുത്ത് വിശേഷങ്ങളൊക്കെ മുത്തശ്ശനും ചോദിക്കുന്നുണ്ട്. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം മുത്തശ്ശ എന്ന് പറഞ്ഞിട്ട് നന്ദു പോവാണ്. സന്തോഷത്തോടെ ചെല്ലണം. എന്നിട്ട് റൂമിൽ ചെന്ന പാടെ അനീനെ വിളിക്കുകയാണ്. അനി, അവർ രണ്ടുപേരും വന്നിട്ടുണ്ടാ മുത്തശ്ശനും മുത്തശ്ശിയും. എന്നാലേ ഞാൻ മേടിച്ച് തന്നില്ലേ ഓണത്തിന്, ആ സാരിയെ കൊടുത്ത് നല്ല സുന്ദരിയായിട്ട് ചായ കൊടുക്കുക. നീ ഒന്ന് പോടാ, അവരെന്നെ കാണാത്തല്ലേ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദനും കനകി അവരെ സ്വീകരിച്ച് അകത്തുകൊണ്ടിരുത്തുന്നു. അതിൻ്റെ പറഞ്ഞ് എനിക്ക് ചായ എടുക്കട്ടെ എന്ന് നോക്കിയപ്പം മൂർത്തി അദ്ദേഹം പറയാം, എനിക്ക് പാലൊഴിച്ച ചായ വേണ്ട, എന്നാൽ ചുക്ക് കാപ്പി എടുക്കുക. അപ്പം മുത്തശ്ശി പറഞ്ഞ് എനിക്കും അത് മതി, എന്നാൽ എല്ലാവർക്കും ചുക്ക് കാപ്പി തന്നെ എടുക്കാമെന്ന് പറയുന്നുണ്ട് കനക. അത് കഴിഞ്ഞ് മൂർത്തി കനക അകത്തോട്ട് പോകുമ്പോൾ നമ്മുടെ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, വേണു 20 കോടി രൂപയാണല്ലേ സാറേ ചോദിച്ചത്, കേസും കാര്യങ്ങളൊക്കെ ഇനി എന്താകും എന്നതിനെക്കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കനക ചായയൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കനകയും ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ അനിയുടെ ജീവിതത്തിൽ നിന്ന് ആ ഒരു ഇതും കൂടെ ഒന്ന് ഒഴിവായി കിട്ടിയെങ്കിൽ മതിയായിരുന്നു, കുറേ തീ തിന്നു ആ കുട്ടി പാവം എന്നൊക്കെ ഇങ്ങനെ കനക പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശിയും പറയുന്നുണ്ട്, അതെ എന്തു പറയാനാ, ഓരോ
കാര്യങ്ങൾ നടക്കാൻ മേളിയിരിക്കുന്ന ഓരോ ആൾ ഓരോന്ന് കുറിച്ചിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇനി കേസല്ല, ഇതിനപ്പുറം എന്ത് വന്നാലും ഞാൻ നേരിടാൻ തയ്യാറാണ്. അർഹതപ്പെട്ടവരെ കയ്യിലല്ലേ വേണു അല്ല ഗോവിന്ദ നമ്മൾ പൈസ കൊടുക്കേണ്ടത്. ഇപ്പോൾ അവരുദ്ദേശിച്ചത് ഒരു 10-20 കോടി രൂപ എങ്ങനെയെങ്കിലും മേടിച്ചെടുത്തിട്ട് കടങ്ങളും വീട്ടി ബാങ്കിലിട്ട് അതിൻ്റെ പലിശയും കൊണ്ട് ജീവിച്ചാർമാദിക്കാം എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് ചോദിച്ചത്. എന്തായാലും ഇനി കേസും പടക്കുമായിട്ട് കയറേണ്ടി വന്നാലും ശരി, പോലെയുള്ളവൻ്റെ മുമ്പിലൊന്നും തല താഴ്ത്തേണ്ട കാര്യമില്ല എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ അനിയുടെ വിശേഷം കേൾക്കണ്ടേ? അനി അവിടെ വീട്ടിൽ കിടന്ന് തുള്ളിച്ചാടാണ്. അപ്പോൾ നമ്മുടെ ദേവയാനിയും നമ്മുടെ നയനയൊക്കെ അവിടെ ഇരുന്ന് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓടി ചെന്നിട്ട് ദേവയാനിക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കണു, നയനേനെ കൈ പിടിച്ച് കറക്കണു. ഈ ചെറുക്കന് ഇത് എന്താ പറ്റിയത്? അവരൊക്കെ അന്തം വിടാണ്. അപ്പോൾ പറഞ്ഞു അതൊക്കെ ഉണ്ട് ഒരു സന്തോഷം, ഞാനായിട്ട് പറയുന്നില്ല, ഇവിടെ പറയാനുള്ളവർ പറയും. എന്താണ് ഇത്രയേറെ സന്തോഷം? അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, ഇനി നന്ദു എങ്ങാനും അവനോട് വല്ലതും പോസിറ്റീവായിട്ട് പറഞ്ഞോ? അത് നന്ദു കാത്തിരിക്കാനോ? അതൊന്നും അല്ല, ഞാനൊന്നും പറയില്ല, എൻ്റെ വായിൽ നിന്ന് നിങ്ങളങ്ങനെ കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷം കാണിക്കാട്ടോ. അപ്പോൾ ഇത് കണ്ട അവർക്ക്, അപ്പോൾ അവർ ചിരിക്കുകയാണ്. എന്നിട്ട് പിന്നെ അവൻ പോയി കഴിയുമ്പോൾ നമ്മുടെ ദേവാനി പറയുന്നുണ്ട്, ഇല്ല മോളെ, അവൻ ഇത്രയേറെ സന്തോഷിക്കണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ നന്ദുവിൻ്റെ പ്രസൻസ് അവനിൽ വരണം. എന്തോ അവരവരെ ഭാവി കാര്യത്തിലൊരു തീരുമാനം എടുത്തോ എന്നതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല, പക്ഷെ അതിനെ സംബന്ധിക്കുന്ന കാര്യമാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, അമ്മ ഒരിക്കലും നന്ദു ഇല്ലമ്മേ, അങ്ങനെ വരാൻ വഴിയില്ല. എന്നിട്ട് നയന നേരെ ആദർശിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. ആദർശേട്ടാ, ഇവിടെ ഒരാൾ നിലത്ത് നിൽക്കണില്ല, ആരടി? അപ്പോൾ പറയുന്നുണ്ട്, നമ്മുടെ അനി എന്താ അവന് പറ്റിയെന്നുള്ളത് എനിക്കറിയില്ല, എന്നെ പിടിച്ച് കറക്കണു, അമ്മയ്ക്ക് ഉമ്മ കൊടുക്കണു, ആകെ ഒരു പിരിവിട്ട മട്ട. എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട് അവൻ പറയേയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ വേറൊന്നും ആയിരിക്കില്ല, നന്ദുവിൻ്റെ കേസ് തന്നെയായിരിക്കും. അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം നന്ദുവായിട്ടുള്ള ഒരു ജീവിതം, അതിന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം നടക്കുക എന്നുള്ളതാണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമെന്ന് ആദർശ് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെയും അതൊരിക്കലും നടക്കരുത് ആദർശ് ചേട്ടാ, അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ട്. അവർ രണ്ടുപേരും പക്വത എത്തിയവരാണ്, അവർക്ക് അവരുടേതായ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാനും ഡിസിഷൻ എടുക്കാനുള്ള കഴിവും പ്രാപ്തിയും ഒക്കെ അവർക്കായിട്ടുണ്ട്. എന്തായാലും ഞാൻ ചെന്നൊന്ന് ചോദിക്കട്ടെ, അവൻ എന്നോടൊന്നും പറയാണ്ടിരിക്കില്ല, അവൻ്റെ പ്രിയപ്പെട്ട ഏട്ടനല്ലേ. അങ്ങനെ ആദർശ് നാനിയുടെ റൂമിലോട്ട് ചെന്നപ്പോൾ അവിടെ ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് പാട്ടൊക്കെ വെച്ച് തകർത്ത് തുള്ളി ഡാൻസും കളിക്കുക. എന്താടാ നിനക്ക്? എല്ലാ കാര്യങ്ങളും പറയുന്ന നിൻ്റെ ഏട്ടനല്ലേ, എന്നോട് പറ. ആ പനി പറയുന്നുണ്ട്, അതെ, എൻ്റെ എല്ലാ കാര്യങ്ങളും കേൾക്കുകയും എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുന്ന ആൾ തന്നെയാണ് എൻ്റെ ഏട്ടൻ. പക്ഷേ ഈ അടുത്തായിട്ട് എൻ്റെ കാര്യങ്ങളൊന്നും ഏട്ടൻ ശ്രദ്ധിക്കണില്ല എന്നൊക്കെ പറഞ്ഞു. എടാ ഒന്ന് പറയടാ, എന്താണ്? എങ്കിൽ നന്ദുവിൻ്റെ എന്തോ കേസാണ്. അപ്പം നമ്മുടെ അനി പറയുന്നുണ്ട്, അതെ, ഇവിടെ ആ കാര്യം എന്താണെങ്കിലും സന്തോഷത്തിൻ്റെ കാരണം മുത്തശ്ശനും മുത്തശ്ശിയും പോയി വന്നു കഴിയുമ്പോൾ നിങ്ങളൊക്കെ അറിയും, അപ്പം അറിഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്. എടാ എന്നാലും ഒന്ന് പറയുക. അങ്ങനെ ആദർശ് കുറേ റിക്വസ്റ്റ് ചെയ്തു, എന്നാലും അനി പറയുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നേരെ അനി നമ്മുടെ പൂജാമുറിയിലോട്ട് ചെല്ലണം. എന്നിട്ട് ഒരുപാട് ആത്മാർത്ഥമായിട്ട് എല്ലാ കാര്യങ്ങളും, ഈ ഒരു സന്തോഷം, ഇപ്പോൾ ഉള്ള സന്തോഷം ഇനിയും നിലനിൽക്കണേ ദൈവമേ, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ വരണേ എന്നിങ്ങനെ അനി ശരിക്കും പ്രാർത്ഥിച്ചിട്ട് തിരിയണത് നമ്മുടെ ദേവയാനി നയനി അവിടെ നിൽക്കുകയാണ്. അവർക്ക് മനസ്സിലായി ഇതെന്തോ കാര്യമായിട്ടുണ്ട് മോളെ, എന്തോ കാര്യമായിട്ടുണ്ട്. അങ്ങനെ അവരുടെ അടുത്ത് ചോദിക്കും, എടാ കേസ് അവർ പിൻവലിച്ചോ വേണുവിൻ്റെ വീട്ടുകാർ, അതോ എന്താണ് കേസ്? വേണുവിൻ്റെ അല്ലെങ്കിൽ ആ ഭൂതനയുടെ കാര്യങ്ങളൊന്നും അല്ല, അതോ അവൾ നിന്നെ ഡൈവേഴ്സ് ചെയ്തോ? എന്താണ് കേസ്? നീ ഒന്ന് തീർത്ത് പറയടാ മോനെ. അതൊന്നും ഞാൻ പറയില്ല, പറയേണ്ടവരെത്തട്ടെ, അവർ പറഞ്ഞോളൂ. പക്ഷെ എന്ത് ചെയ്താൽ നമ്മുടെ അനി ഒരു പിടുത്തവും കൊടുക്കുന്നില്ല. അപ്പോൾ ആകെ സന്തോഷമായിട്ട് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ അനി. അവൻ്റെ ഇത്രയും നാളത്തെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ ഒക്കെ സഫലമാകാൻ പോകുന്ന ഒരു ഫീലിങ്സാണ് അനി. എന്നാലും ഓരോ നിമിഷത്തിലും ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കൊരു ഇതുണ്ട്. കാര്യം നന്ദുവിൻ്റെ അച്ഛനും അമ്മയും എന്തെങ്കിലും എതിർത്ത് പറയുമോ? പിന്നെയും എനിക്കൊരു പ്രതീക്ഷയുണ്ട്. കാരണം മുത്തശ്ശനല്ലേ പോയിരിക്കുന്നത്, മുത്തശ്ശൻ പോയി കഴിഞ്ഞാൽ ആ കാര്യം എന്തായാലും നടപ്പിലാക്കിക്കൊണ്ട് എൻ്റെ മുത്തശ്ശൻ വരത്തുള്ളൂ എന്നുള്ളൊരു ഉറപ്പും വിശ്വാസവും എനിക്കുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു പത്രമാറ്റ് സീരിയലിലെ അടുത്ത വിശേഷം എന്തായാലും ഒരു അടിപൊളി ട്വിസ്റ്റാണ്. ഇതിൻ്റെ അവസാനം എന്താവും എന്നറിയില്ല. എന്തായാലും സന്തോഷമുള്ള കാര്യം ആവട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ പ്രൊമോ ഇവിടെ വൈൻഡപ്പ്
പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ഷോർട്ട് പ്രൊമോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് ആ ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ കൂടെ ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഇനി വരുന്ന അടുത്ത വിശേഷങ്ങളുമായി ഓരോ ദിവസത്തെ പ്രൊമോ വീഡിയോയുമായി കൃത്യം 10 മണിക്ക് പത്രമാറ്റിൻ്റെ പ്രൊമോയായി ഞാൻ നിങ്ങളുടെ സ്വന്തം സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിൽ ഉണ്ടാകും. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ. താങ്ക് യു. ബൈ. ടേക്ക് കെയർ.